ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാധികയും വരുണും കൂടെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. ഇങ്ങോട്ടേക്ക് വരാനാണ് ആ വിളിച്ച ആൾ പറഞ്ഞത്. എന്തിനാണാവോ നമ്മളെ അവൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അവനിപ്പം നമ്മളെ രക്ഷിക്കുക ചെയ്തത്. അതുകൊണ്ട് നമുക്കിപ്പോൾ അവനൊരു ദൈവത്തെ പോലെയാ എന്നൊക്കെ രാധിക പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അവർ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവിടെ സിഗരറ്റും വലിച്ചുകൊണ്ട് തിരിഞ്ഞൊരാൾ നിൽക്കുന്നു. അപ്പോൾ രാധിക ദേ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു അവനായിരിക്കും നമ്മളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, എക്സ്ക്യൂസ് മീ എന്നും പറഞ്ഞുകൊണ്ട് രാധികയുടെ വിളി. അത് കേട്ടതും തിരിഞ്ഞു നോക്കി. അതെ, കയ്യിലിരുന്ന സിഗരറ്റ് കുറ്റി താഴെയിട്ട് ചവിട്ടിത്തേച്ച് ആ അജ്ഞാതൻ രാധികയെയും വരുണിനെയും തിരിഞ്ഞു നോക്കിയതും രാധികയും വരുണും ഞെട്ടിപ്പോയി. അതെ, അവർക്ക് പരിചയമില്ലാത്ത മുഖമൊന്നുമല്ല, നന്നായിട്ട് പരിചയമുള്ള ഒരു മുഖം. അതാരാണെന്നല്ലേ? വേറെ ആരുമല്ല, കിഷോർ തന്നെയാണത്. രാധികയുടെയും വരുണിൻ്റെയും സുവർണയുടെയൊക്കെ വീഡിയോ ക്ലിപ്പുകൾ ഗീതുവിൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത ആ കള്ളക്കാലൻ. അവനെ കണ്ടതും രാധികയും വരുണും ഞെട്ടലോടുകൂടി തന്നെ അങ്ങ് അടുത്തേക്ക് ചെന്നു. അപ്പോൾ രണ്ടുപേരും കിഷോറിൻ്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട്. കിഷോർ അട്ടഹസിച്ചുകൊണ്ട് ചിരിച്ചു. എന്താടാ, നീ മനഃപൂർവ്വം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാണോ? നീയാണോ ഗീതുവിൻ്റെ കയ്യിലിരുന്ന വീഡിയോ തെളിവുകളൊക്കെ മോഷ്ടിച്ചത്? അത് കേട്ടതും കിഷോർ, അതെ, ഞാൻ തന്നെയാണ്. അതെങ്ങനെയാണ് മോഷ്ടിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അതിനു മുമ്പ് അവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് കാണ്. മൊബൈലിൽ കണ്ടത് മാത്രമല്ല, ഇനിയും നിറയെ ഇതിൽ കാണാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ആ വീഡിയോ ഓണാക്കിയിട്ട് ലാപ്ടോപ്പ് അവിടെ കാറിൻ്റെ മേലെ വെച്ച് അവിടെ നിന്നും അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പോഴേക്കും രാധിക അത് കണ്ടു. നിന്നെ തീർക്കാൻ ഇനി അധികം ദിവസമില്ല. നിന്നെ തീർത്ത് നിന്നെ ഞങ്ങൾ കൊന്നിരിക്കും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ ഒരിക്കലും രക്ഷപ്പെടില്ല. അറയ്ക്കൽ തറവാട്ടിൽ നിന്ന് നിനക്ക് പുറത്തു പോകേണ്ടി വന്നാൽ ഉറപ്പായിട്ടും നിന്റെ ജീവൻ രക്ഷിക്കാം. അതല്ല എന്നാണെങ്കിൽ നിന്നെ ഇവിടെ ഇട്ട് കൊല്ലാനും ആൾക്കാരുണ്ട്. ഈ രാധിക അത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞതും അതിനുശേഷം സുവർണ, അതേടി, ഞാൻ തന്നെയെല്ലാം ചെയ്തത്. ഇനി എനിക്ക് അത് ചെയ്തതിൻ്റെ പിന്നാലെ രാധിക മേഡവും വരുൺ സാറുമാണെന്ന് പറഞ്ഞാലും എനിക്ക് പേടിയില്ലടി. കാരണം എന്തെന്നറിയാമോ? നീ എത്ര തെളിയിക്കാൻ ശ്രമിച്ചാലും വരുൺ സാറിനെയും രാധിക മേഡത്തിനെയും ഇതിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞതൊക്കെ കാണുകയാണ്. അത് കണ്ടപ്പോൾ വരുൺ, അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ സുവർണ നമ്മളെ ഒറ്റിക്കൊടുത്തു. സുവർണയെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അവൾ ഏത് നിമിഷവും നമ്മളെ ഒറ്റിക്കൊടുക്കുന്ന കൂട്ടത്തിലാണമ്മേ എന്നും പറയാണ്. അത് കേട്ടതും രാധിക, അതേടാ, ഇനി ഒരിക്കലും അവളെ കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കരുത്. അവൾ കള്ളിയാ, പഠിച്ച കള്ളി എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം കിഷോർ, കണ്ടു കഴിഞ്ഞോ? മുഴുവനും കണ്ടു കഴിഞ്ഞോ? ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. എന്തായാലും അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇനി ഇതെങ്ങനെയാണ് എൻ്റെ കയ്യിൽ വന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അന്ന് ആ ഒരു സ്ത്രീ, അതായത് എന്താണ് അവരുടെ പേര്, രഞ്ജുന്നോ ശിവാന്നോ എന്തൊക്കെയോ വിളിക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീ നമ്മുടെ ഓഫീസിൽ വന്നല്ലോ, AGM-ൽ. ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗീതു അവിടെ നിന്ന് ലാപ്ടോപ്പും മാലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സാന്ദ്ര എന്ന പെണ്ണിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സാന്ദ്രയുടെ സഹായത്താൽ ഞാൻ കുറേ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ തെളിവുകളെല്ലാം ഇന്ന് വൈകുന്നേരം 5:30 ഞാൻ അറയ്ക്കൽ തറവാട്ടിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അത് കാണിക്കും. അങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അറയ്ക്കൽ തറവാട്ടിലുള്ള എല്ലാ ശല്യങ്ങളും അവിടെ നിന്നും ഒഴിഞ്ഞു പോകും. അപ്പോൾ ഞാൻ അതെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ടു. ആ സമയത്ത് അവർണിക അങ്ങോട്ട് വന്നു. കിച്ചു, എന്താ അവർണിക, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ മേഡത്തിനെ ഒന്ന് കാണാൻ വന്നതാ. അപ്പോഴാണ് മേഡം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്. നീ മേഡത്തിനെ ഒന്നും ഇപ്പോൾ കാണണ്ട. നീ പോയി ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ ഹോളിലെ CCTV ക്യാമറ നീ ഓഫ് ചെയ്തിട്ട് വാ. അതെന്തിനാ അവർണിക? അത് വരുൺ സാറാ പറഞ്ഞത്. എന്തായാലും പെട്ടെന്നല്ലേ? ശരി അവർണിക എന്ന് പറഞ്ഞുകൊണ്ട് കിഷോർ CCTV ക്യാമറയുടെ ഇത് ഓഫ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവുക. ഈ സമയം അവർണിക ചെന്ന്, ഗീതാഞ്ജലി, ഇവിടെ ഗോവിന്ദ് സാറുമായിട്ടൊരു പെണ്ണ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കേട്ട് തൻ്റെ കയ്യിലിരുന്ന ലാപ്ടോപ്പും ചെയിനും അവിടെ വെച്ചിട്ട് ഗീതു പുറത്തേക്ക് ഓടിപ്പോകുന്ന ആ നിമിഷം കിഷോർ ക്യാമറ ഓഫ് ചെയ്ത് തിരിച്ചു വരുന്നത്. ആ സമയത്ത് കിഷോർ അത് രണ്ടും കണ്ടു. അപ്പോൾ ഗീതുവും അവിടെയില്ല, അവർണിക അവിടെയില്ല. ഇതാണ് പറ്റിയ സമയം. ഈ സമയം നോക്കി എങ്ങനെയെങ്കിലും ഗീതുവിൻ്റെ കയ്യിലിരിക്കുന്ന തെളിവുകൾ എന്താണെന്ന് കണ്ടേ മതിയാവും എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അകത്തേക്ക് പോയി. ഒരു CCTV ക്യാമറ മാത്രം എന്നോട് ഓഫ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ ജോലി നടക്കാൻ വേണ്ടി ഈ കമ്പനിയിലെ സകല CCTVകളും ഞാൻ ഓഫ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അവിടെ ഇരുന്ന് ഗീതുവിൻ്റെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്തപ്പോൾ അതിൽ കണ്ടത് മുഴുവനും യഥാർത്ഥ വില്ലനും വില്ലത്തിയും രാധികയും വരണം. അതൊക്കെ കണ്ടെത്താൻ
എല്ലാം തൻ്റെ ഇതിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. അതിനുശേഷം അത് നടക്കില്ല എന്നായപ്പോൾ അതിലിരുന്ന ചിപ്പ്, അതായത് മെമ്മറിയും പെൻഡ്രൈവും ഒരുമിച്ച് ഊരിയെടുത്തു. എന്നിട്ട് മറ്റൊരു പെൻഡ്രൈവ് അതിൽ കുത്തിവെച്ചു. അതിനുശേഷം ആ മാല എടുത്തു. ഇതിലാണ് അപ്പോൾ ഗീതു എല്ലാ തെളിവുകളും ശേഖരിച്ചത്. ഇതിലൂടെയാണ് ഗീതു രാധികാമ്മയെയും വരുണിനെയും കൊടുക്കാൻ നോക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ആവശ്യമുണ്ട് ഗീതു. ഈ തെളിവുകൾ വെച്ച് എനിക്ക് കുറച്ച് പണം തട്ടിയെടുക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഞാനിതങ്ങോട്ട് എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ആ ലോക്കറ്റിൽ നിന്നും മെമ്മറി വലിച്ചൂരി അങ്ങ് എടുത്തിട്ട് ആ പാട്ടിട്ട മെമ്മറി അതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് അവിടെ വെച്ചിട്ട് അവിടെ നിന്നും പതുക്കെ എസ്കേപ്പ് ആവുകയും ചെയ്തു. അതിനുശേഷം അമ്പലത്തിൽ വെച്ച് ഗീതു പൂജാരിയോട് പറഞ്ഞത്, കണ്ണേട്ടൻ്റെയും എൻ്റെയും ജീവൻ രക്ഷിക്കണമെങ്കിൽ ചില ആൾക്കാർ ആ വീട്ടിൽ നിന്നും പുറത്തു പോകാനുണ്ട്. അവരെ പുറത്തിറക്കി വിട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം സേഫാകും തിരുമേനി എന്നും. അപ്പോൾ ആ നിമിഷം ഞാൻ ഗീതുവിനെ പിന്തുടരാൻ തുടങ്ങിയതാ. ഗീതുവിൻ്റെ ശത്രുക്കൾ ആരാണ്, അറയ്ക്കൽ തറവാടിൻ്റെ യഥാർത്ഥ ശത്രുക്കൾ ആരാണെന്നൊക്കെ അറിയാൻ. പക്ഷെ അത് നിങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ സത്യമായിട്ടും ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഞെട്ടിയെന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമല്ല ഞെട്ടിയത്, അതൊരു ഒന്നൊന്നര ഞെട്ടലായിരുന്നു എന്നും നമ്മുടെ കിഷോർ പറയുക. ഈ സമയം കിഷോറിനെ നോക്കിയിട്ട്, എടാ അപ്പോൾ നീ ഒറ്റൊരുത്തനാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചതല്ലേ? എന്നാൽ നിന്നെ ഇന്ന് ഞാൻ വരുൺ വേണ്ട കിഷോർ, നീ ഞങ്ങളെ വലിയൊരു ആപത്തിൽ നിന്നോ രക്ഷിച്ചത്. നിന്നോട് ഇതിന് എങ്ങനെ നന്ദി പറയണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിനക്കിതിന് എന്ത് പാരിതോഷികമാണ് വേണ്ടതെന്ന് പറ, ഞാൻ തരാം. എന്ത് വേണമെങ്കിലും ഞാൻ തരാം. അപ്പോൾ കിഷോർ വീണ്ടും അട്ടഹസിച്ചുകൊണ്ട് ചിരിച്ചതിന് ശേഷം അവിടെ പോയി കാറിൻ്റെ മുകളിലിരിക്കുക. ഇനി ഓഫറുകൾ നിങ്ങൾ എനിക്ക് തരണ്ട. ഇതിപ്പോൾ ഭഗവാൻ എന്നോട് നേരിട്ട് വന്ന് വരൻ ചോദിക്കുന്ന ഒരവസ്ഥയായല്ലോ. എന്തായാലും വരം തരേണ്ടത് നിങ്ങളല്ല, ഞാനാണ്. എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടാനാകില്ല. അതുകൊണ്ട് തന്നെ തെളിവുകൾ മുഴുവനും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. 1 കോടി രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ തെളിവുകൾ ആരെയും കാണിക്കില്ല. അത് കേട്ടതും വരുൺ, പിന്നെ 1 കോടിയല്ല വരുൺ, മിണ്ടരുത് എന്നും പറഞ്ഞുകൊണ്ട് രാധിക അവിടെ തടയുകയാണ്. അപ്പോൾ ശരി, 1 കോടി രൂപ ഞാൻ തരാം. നിൻ്റെ അക്കൗണ്ട് നമ്പർ തന്നാൽ ഉറപ്പായിട്ടും 1 കോടി നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇപ്പം എത്തും. വാക്ക് മാറില്ല. പക്ഷെ നിൻ്റെ കയ്യിലിരിക്കുന്ന വീഡിയോ ക്ലിപ്പുകളെല്ലാം നീ ഡിലേറ്റ് ചെയ്തിരിക്കണം. ആ വീഡിയോകളും ആ തെളിവുകളും നീ ഡിലേറ്റ് ചെയ്ത് കളയണം എൻ്റെ മുൻപിൽ വെച്ച്. അത് കേട്ടതും, അത് ഞാൻ ചെയ്യാം, പെട്ടെന്ന് വേണമെങ്കിൽ ചെയ്യാം. മാഡത്തിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എനിക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സോഫ്റ്റ്വെയർ ജോലി ചെയ്യുന്ന എനിക്ക് ആ തെളിവുകൾ എങ്ങോട്ടൊക്കെ മാറ്റാൻ പറ്റുമെന്ന് മാഡത്തിന് നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന വീഡിയോകൾ എൻ്റെ മൊബൈലിലോ ലാപ്ടോപ്പിലോ നിന്ന് നഷ്ടപ്പെട്ടാലും അത് മറ്റു പലയിടങ്ങളിലും സൂക്ഷിക്കേണ്ടതുണ്ട് മാഡം. അതൊക്കെ ചിലപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ടാവും എന്ന് കരുതി മാഡം എന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. മാഡത്തിന് എന്നെ വിശ്വസിക്കാം, ധൈര്യമായിട്ട് വിശ്വസിക്കാം. എന്തൊക്കെ സംഭവിച്ചാലും അത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ പറയില്ല, ഉറപ്പാണ്. അത് കേട്ടതും നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ആ തെളിവുകൾ നിന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പം ഞങ്ങൾക്ക് അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ. എന്നെ വിശ്വസിക്കാന്നല്ലാതെ മറ്റൊരു വഴിയും നിങ്ങൾക്ക് മുൻപിലില്ല. അതുകൊണ്ട് വിശ്വസിച്ചോളൂ. ഞാൻ ധൈര്യമായിട്ട് നിങ്ങളുടെ ഇതൊന്നും ആരെയും കാണിക്കില്ല. എന്തായാലും എന്നെ വിശ്വസിക്കാം. അത് കേട്ടതും രാധിക, ശരി, 1 കോടി രൂപ ഞാൻ നിനക്ക് തരാം. പക്ഷേ ആ വീഡിയോ നീ മറ്റാരെങ്കിലും കാണിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിലോ? ഒരിക്കലും ഇല്ല മാഡം. ഈ കിഷോർ ഒരു വാക്ക് പറഞ്ഞ വാക്ക് തന്നെയാണ്. ഗീതുവിനെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ എനിക്ക് ഓഫർ ചെയ്ത തുകയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, അവളെ ഞാൻ കൊണ്ടുപോയിരിക്കും. എൻ്റെ കയ്യിലേക്ക് എടുത്ത് അവളെ ഞാൻ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകും. ഗീതുവിനെ എനിക്ക് ഉറപ്പായിട്ടും വേണം. അവളെ ഇവിടെ നിന്നും എന്നിലേക്ക് ആകർഷിച്ച് എൻ്റെ ഭാര്യയാക്കി ഞാൻ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് വരെ നിങ്ങൾ ഞാൻ പറയുന്നതനുസരിച്ച് വേണം നിൽക്കാൻ. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഈ വീഡിയോകൾ ഗോവിന്ദ് സാറിനെ കാണിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 2 പേർക്കും പിന്നെ അറയ്ക്കലിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. പിന്നെ അതിനുപരി AGMൻ്റെ പടി പോലും ചവിട്ടാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇപ്പോൾ AGMൽ വെറും 2ാം കൂലിയായി മാത്രം എന്നെ കാണുന്ന നിങ്ങളൊക്കെ എന്നെ സാറേ എന്ന് വിളിക്കേണ്ടി വരും. അത്രയ്ക്കൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, AGMൽ എനിക്ക് കിട്ടേണ്ട സ്ഥാനം എനിക്ക് കിട്ടിയിരിക്കണം. അവിടെ എന്നെ ഒരു അടിമയെ പോലെ കാണിക്കാൻ നിങ്ങളൊന്നും പറയരുത്. അതുമല്ലാതെ എന്നെ അവിടെ നിന്ന് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇതിൽ നിന്ന് മാറ്റി വലിയൊരു പൊസിഷനിലെടുത്താൻ ഗോവിന്ദ് സാറിനോട് പറയണം. അത് കേട്ടതും രാധിക ഞെട്ടി, കിഷോർ, അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം അത്ര പെട്ടെന്ന് എങ്ങനെയാണ് നമ്മൾ തമ്മിൽ അടുത്തതെന്ന് അവർ ചോദിക്കില്ലേ? ശരി, ആയിക്കോട്ടെ. എന്നാൽ പിന്നെ ഗോവിന്ദ് സാറിനെയും ഗീതുവിനെയും വിശ്വസിപ്പിക്കാൻ എനിക്ക് നിങ്ങൾ എൻ്റെ ശത്രുവാണെന്ന് കാണിച്ചേ മതിയാകൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് വരെ നിങ്ങൾക്കൊന്നും തോന്നരുത്. ഇല്ല, എനിക്കങ്ങനെയും തോന്നില്ല.
നിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, നിന്റെ കൂടെ നിൽക്കും, നീ ധൈര്യമായിട്ടിരിക്കെ, 1 കോടി രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും, അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിഷോറിനോട് രാധിക വാക്ക് കൊടുക്കുകയാണ്. ഈ സമയം കിഷോർ എന്തായാലും എനിക്ക് നിങ്ങളെ വിശ്വാസം, പറഞ്ഞ വാക്ക് തെറ്റിക്കില്ല എന്നറിയാം, അതുപോലെ തന്നെ എന്നെയും നിങ്ങൾക്ക് വിശ്വസിക്കാം, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വീഡിയോ ഞാനല്ലാതെ മറ്റാരും കാണത്തുമില്ല, നിങ്ങൾ എൻ്റെ വിശ്വസ്തരായിരിക്കുന്നിടത്തോളം കാലം എന്നും പറയുകയാണ്. അത് കേട്ടതും നമ്മുടെ രാധികയിൽ നിൽക്കുക, വരുൺ സാറേ ഒന്നെൻ്റെ ഒപ്പം വന്നേ, എനിക്ക് വരുൺ സാറിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കേട്ടതും രാധികയെ നോക്കാം, പോയിട്ട് വാ. അപ്പോൾ വരുൺ കിഷോറിൻ്റെ പിന്നാലെ ചെല്ലുക. അതേ വേറെ ചില വീഡിയോസുകളും ഞാൻ മേഡത്തെ കാണിക്കാതെ മറച്ചു വെച്ചിട്ടുണ്ട്, അതെന്താണെന്ന് വരുണിന് കാണണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ആ വീഡിയോ ഓണാക്കി നമ്മുടെ വരുണിൻ്റെ മുൻപിലേക്ക് വെച്ചു കൊടുക്കുക. നിന്നെ മാത്രമല്ലടി, അറയ്ക്കൽ ഗോവിന്ദ് മാധവനെയും ഞാൻ തീർക്കും, ഭാര്യയും ഭർത്താവിനെയും ഒരുമിച്ച് തീർത്ത് അറയ്ക്കലിലും AGMലുമുള്ള സകല സ്വത്തുക്കളുടെയും അവകാശം ഞാനായിത്തീരും എന്ന് വരുൺ എടുത്തു പറഞ്ഞതും ആ വീഡിയോയിലുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞത് വരുൺ അപ്പോഴാണ് ഞെട്ടലോടുകൂടെ വരുൺ ആ വീഡിയോയിൽ തന്നെ നോക്കി നിൽക്കുക. എന്താ പേടിച്ചു പോയോ? പേടിക്കണ്ട, ഇത് ഞാൻ മേഡത്തെ കാണിക്കില്ല, എനിക്കറിയാം ആ വീട്ടിൽ ഗോവിന്ദ് സാറിനും മേഡത്തിനും ആരെയൊക്കെയാണ് ശത്രുവെന്ന്. എന്തായാലും അതിനെക്കുറിച്ചോർത്ത് വരുൺ സാറ് പേടിക്കണ്ട. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ കഥയിലെ യഥാർത്ഥ വില്ലൻ ആരാണ്? അത് കേട്ടത് വരുൺ, സംശയം എന്താടാ, ഞാൻ തന്നെയാണ് ഈ കഥയുടെ യഥാർത്ഥ വില്ലൻ. അപ്പോൾ കിഷോർ വീണ്ടും ചിരിച്ചുകൊണ്ട് കിഷോർ പറയാ, തെറ്റി, നിങ്ങൾക്ക് തെറ്റി, ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ ഞാനാണ്. തെളിവുകളൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം ഞാൻ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരും. ഇപ്പോൾ എന്തായി? എൻ്റെ മുൻപിൽ കൈ നീട്ടി നിൽക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വന്നില്ലേ? ആ തെളിവുകൾ നശിപ്പിക്കണമെന്ന് പറഞ്ഞ്. പക്ഷേ ഈ തെളിവുകൾ എൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് തന്നെ ഉണ്ടാവും എന്ന് നിങ്ങളുടെ മനസ്സ് മാറി എന്നെ സഹായിക്കാൻ കൂട്ടാക്കുന്നോ അന്ന് ഞാനിതൊക്കെ നശിപ്പിച്ച് കളയും. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? ഇത് ഭീഷണിയല്ല, ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നതുമല്ല. എനിക്ക് യഥാർത്ഥ വില്ലനും ആകണ്ട. നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളോടൊപ്പം തന്നെ നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അതിനു മുമ്പ് ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് വേണം. എൻ്റെ കയ്യിൽ പണമില്ല, പണം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്കിതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം കൊണ്ടും എനിക്ക് നല്ലൊരു പണക്കാരനാകണം, നിറയെ പണം വേണം. അതൊക്കെ എനിക്ക് കിട്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ ഈ തെളിവുകൾ ആരെയും കാണിക്കുകയില്ല, ഏൽപ്പിക്കുകയില്ല. ശരി, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, നീ എന്ത് ചോദിച്ചാലും ഞങ്ങൾ തരാൻ ബാധ്യസ്ഥരാണ്. തരും, അമ്മയും തരാമെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്? പിന്നെ ഈ വീഡിയോ അമ്മയെ കാണിക്കാതിരുന്നതിലും ഞാൻ നിന്നോട് നന്ദി പറയുക. നന്ദിയൊന്നും വേണ്ട, ഞാൻ ചോദിക്കുന്ന തുക എനിക്ക് തന്നാൽ മതി, അത്ര എനിക്ക് പറയാനുള്ളൂ. ശരി ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ഇങ്ങനെ അങ്ങോട്ട് പോകാനൊരുങ്ങാണ്. അപ്പോഴേക്കും കിഷോർ മുമ്പിൽ കൂടെ പോയിട്ട് രാധികയുടെ അടുത്ത് ചെന്നിട്ട് പറയുക, പറയാനുള്ളത് മുഴുവനും നിങ്ങളുടെ മകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വീഡിയോസുകൾ എൻ്റെ കയ്യിലുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, 1 കോടി രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്ക് എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അങ്ങ് പോയി. കിഷോർ പോയി കഴിഞ്ഞതും വരുൺ അങ്ങോട്ട് വരിക. എന്താ അവൻ മാറ്റി നിർത്തി സംസാരിച്ചത്? ഒരുമാതിരി അവനെല്ലാം നമ്മൾ ആരും അല്ലാത്ത രീതിയിൽ സംസാരിക്കാമേ. ഇവന് പ്രാന്ത, നമ്മളെ സത്യം പറഞ്ഞ തരം താഴ്ത്തി കാണിക്കാൻ ഇവൻ ഉറപ്പായിട്ടും എന്തെങ്കിലും ചെയ്യുന്നതാ. എന്തായാലും ഇവന് 1 കോടി രൂപ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് 10 ലക്ഷം രൂപ കരൺ നായകിന് കൊടുക്കുകയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ഇവനെ തീർത്ത് നമ്മുടെ മുൻപിൽ കൊണ്ട് നിട്ട് തന്നായിരുന്നു. വരുൺ, വെറുതെ വിഡ്ഢിത്തം വിളിച്ചു പറയരുത്. ഇവിടെ നടന്നത് എന്താണെന്ന് നീ കണ്ടോ? കരൺ നായകല്ല, എത്രയോ ഗുണ്ടകളെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നിട്ടും എന്താ സംഭവിച്ചത്? ഗീതുവിനോ പിന്നെ അജാസിനോ ഒന്നും ഒരു പുറല് പോലും ഏറ്റില്ല. അവളെ കൊല്ലാൻ നമ്മൾ തീരുമാനിച്ചു, അതും നടന്നില്ല. ഇന്ന് നമ്മളുടെ മുൻപിൽ കിഷോർ നിന്നത് അവൻ്റെ കഴിവുകൾ തെളിയിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ളപ്പോൾ കരൺ നായകോ മറ്റു ഗുണ്ടകളെയോ അല്ല നമ്മൾ പുകഴ്ത്തേണ്ടത്, അവരെ അല്ല നമ്മൾ അവരോടൊപ്പം ചേർത്ത് നിർത്തേണ്ടത്. ഈ കിഷോർ എന്ന് പറയുന്നവനെയാണ്. അവൻ്റെ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് നമ്മളുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അവൻ മിടുക്കനാണ്. അവനെ നമ്മൾ സമാസമം കാണുകയാണ് വേണ്ടത്. അല്ലാതെ അവനെ തീർത്തുകൊണ്ട് ബുദ്ധിയില്ലായ്മ തരം കാണിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ കുടുങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഇനി കിഷോർ നമ്മളോടൊപ്പം ഉണ്ടാവും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കിഷോറിനെ നമ്മൾ കൂടെ നിർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബുദ്ധിപരമായി ചിന്തിച്ച് നമ്മുടെ കൂടെ അവൻ നിൽക്കുമെന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. അവൻ്റെ കയ്യിൽ പണമില്ല, പണത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യും, അതെനിക്ക് നല്ല ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും കിഷോർ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. സമാസമമായി
അവനെ കുറ്റപ്പെടുത്താതെ അവനെ കൊല്ലാതെ അവനെ കൂടെ നിർത്തുകയാണ് വേണ്ടത്. മനസ്സിലായോ? അത് കേട്ടത് വരുൺ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ രാധിക ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവന് 1 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ആ വീഡിയോസുകളെല്ലാം അവനിൽ നിന്നും നശിപ്പിച്ച് കളയാൻ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.